ഇസ്രയേൽ നടത്തുന്ന അതിക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ. ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ഭരണകൂടം വംശഹത്യ തടയണമെന്നും പ്രദേശത്തെ നിയമവിരുദ്ധ ഉപരോധം പിൻവലിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷന്റെ അതായത് OIC ഭൂരിഭാഗം അംഗങ്ങളും മുന്നോട്ട് വെച്ച പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൗൺസിലിലെ 47 അംഗങ്ങളിൽ 27 പേർ പ്രമേയത്തെ അനുകൂലിച്ചും അതുപോലെ 4 പേർ എതിർത്തും 16 പേർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ പ്രമേയം പാസ്സാവുകയും ചെയ്തു. ഇസ്രയേലിന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തെ അപലപിച്ചുകൊണ്ടായിരുന്നു പ്രമേയം പാസ്സാക്കിയിരുന്നത്. അത് മാത്രമല്ല, മറിച്ച് വംശഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും കടുത്ത വിമർശനങ്ങൾക്കിടയായി മാറിയിട്ടുമുണ്ട്. ഗാസയിൽ തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം നൽകണമെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു. യുദ്ധായുധമായി സാധാരണക്കാരുടെ പട്ടിണി ഉപയോഗിക്കുന്നതിനെയും പ്രമേയം എടുത്തു ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിന്റെ ഒരു മാർഗമായി സിവിലിയന്മാരെ പട്ടിണിയിലാക്കുന്നതിനെ പ്രമേയം വിമർശിക്കുകയും ഗാസ മുനമ്പിൽ നിന്ന് പാലസ്തീനികളെ നിർബന്ധിതമായി മാറ്റുന്നത് തടയാൻ രാജ്യങ്ങളോടും അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന നിർത്തിവെക്കാനും ഗാസയിൽ നിന്ന് പാലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ മാറ്റുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും പ്രമേയം എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല, ഗാസയ്ക്കെതിരായി യുദ്ധത്തിൽ നടന്ന പ്രധാന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രോസിക്യൂഷനുകൾ തയ്യാറാക്കുന്നതിനായി ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും പ്രമേയം UN പൊതുസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പക്ഷപാതം ആരോപിച്ച് ഇസ്രയേൽ കൗൺസിലിനെ ബഹിഷ്കരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. മാർച്ച് 18-ന് ഇസ്രയേൽ സൈന്യം ഗാസ മുനമ്പിൽ ഒരു അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ 1000-ലധികം പേർ കൊല്ലപ്പെടുകയും 2000-ലധികം പേർക്ക് പരിക്കേൽക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറും പാലസ്തീൻ തടവുകാർക്ക് പകരം ഇസ്രയേലി തടവുകാരെ കൈമാറുന്നതിനുള്ള കരാറും ഇതോടെ ഇസ്രയേൽ തകർക്കുകയാണ്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടപ്പിലാക്കിയ ക്രൂരമായ ആക്രമണത്തിൽ ഇതുവരെ 50,300-ലധികം പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണെന്നത് ഏറെ വേദനാജനകമായ കാര്യമാണ്. മാത്രമല്ല, 1,14,500-ലധികം പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇതുവരെ കരാറുകൾ അംഗീകരിക്കാനോ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കാനോ അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കാനോ ഇസ്രയേൽ തയ്യാറായിട്ടില്ലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗുരുതരമായ തെറ്റാണ്. അതുപോലെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നെതന്യാഹു ഹംഗറി സന്ദർശിക്കാൻ പോകുന്നുവെന്ന തീരുമാനത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ കക്ഷികൾ കോടതിയുടെ വക്താവ് ഫാദി എൽ അബ്ദുള്ള നിയമപരമായ തീരുമാനങ്ങൾ അങ്ങനെ വ്യക്തിപരമായി ആർക്കും തീരുമാനിക്കാൻ പറ്റില്ലെന്നും ഏപ്രിൽ 2-ന് നടന്ന പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിലുള്ള രാജ്യങ്ങൾ കോടതിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് വക്താവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കോടതിയുടെ ജുഡീഷ്യൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏതൊരു ക്രമക്കേടും കോടതിയുടെ തീരുമാനത്തിലൂടെ മാത്രമായിരിക്കും പരിഹരിക്കപ്പെടുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാന്റെ ക്ഷണമനുസരിച്ച് 4 ദിവസത്തെ യാത്രയ്ക്കായി നെതന്യാഹു ഏപ്രിൽ 2-ന് വൈകുന്നേരം ബുഡാപെസ്റ്റിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഗാസയിൽ വംശഹത്യ യുദ്ധത്തിൽ പട്ടിണിയെ യുദ്ധമാർഗമാക്കി ഉപയോഗിച്ചതിന് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ഉന്മൂലനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിനും നെതന്യാഹുവിനെതിരെ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിട്ടും തീവ്ര വലതുപക്ഷ ഹംഗേറിയൻ നേതാവ് തന്റെ ഇസ്രയേലി എതിരാളിയെ ക്ഷണിക്കുകയും ചെയ്തു. 2024 നവംബർ 21-ന് യുദ്ധക്കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി നെതന്യാഹുവിന് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ മുൻ യുദ്ധമന്ത്രി യോവ് ഗാലന്റിനുമെതിരെയാണ് ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത്. ഗാസയിലെ സാധാരണക്കാരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്ന്, മെഡിക്കൽ സപ്ലൈസ്, ഇന്ധനം, വൈദ്യുതി എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ നെതന്യാഹുവും ഗാലന്റും മനഃപൂർവ്വം നിഷേധിച്ചുവെന്ന് വിലയിരുത്തിയ ശേഷമായിരുന്നു വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത്. ICCയിലെ അംഗരാജ്യമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യത്തെത്തുമ്പോൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിക്കാൻ ഹംഗറി ബാധ്യസ്ഥമാണെന്നും ICC വെളിപ്പെടുത്തുന്നുണ്ട്. കോടതിയുടെ വിധികളോട് വിയോജിക്കുന്നുവെങ്കിൽ കോടതിയുമായി കൂടിയാലോചിക്കാമെന്നും എൽ അബ്ദുള്ള പറയുകയുണ്ടായി. എന്നാൽ ICCയുടെ വിധിയും ആവശ്യകതകളും പാലിക്കില്ലെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നവംബറിൽ നെതന്യാഹുവിനെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും അറസ്റ്റ് ചെയ്യാൻ ICC വാറന്റ് പുറപ്പെടുവിച്ചതിന് ശേഷം നടത്തുന്ന നെതന്യാഹുവിന്റെ 2ാമത്തെ വിദേശ യാത്ര കൂടിയാണിത്. അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ നെതന്യാഹു ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇസ്രയേലും അമേരിക്കയും ICCയിൽ അംഗങ്ങളുമല്ല. പക്ഷേ ഹംഗറി അംഗമായതുകൊണ്ട് തന്നെ നിയമപ്രകാരം ഹംഗറി അത് അനുസരിക്കണം.